ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയുടെ മൈൻഡിൽ എന്ന് പറയുന്നത് എനിക്ക് ഒരു തെറ്റുമില്ല, എനിക്ക് ഐ ആം എ വെരി പെർഫെക്റ്റ് ഗൈ എന്നുള്ള രീതിയിലുള്ളൊരു ചിന്താഗതിയാണ് അവർക്കുള്ളത്. ഈ വ്യക്തി എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും? റിലേഷൻഷിപ്പ് തുടങ്ങുന്ന സമയത്ത് ഈ ഒരു ടെസ്റ്റ് നിങ്ങൾ ചെയ്തിട്ട് നമുക്ക് ഡേറ്റിംഗ് തുടങ്ങാം, അല്ലെങ്കിൽ നമുക്ക് മാട്രിമോണി തുടങ്ങാം, നടക്കുന്ന കാര്യമാണോ? പോകണ്ടെന്ന് പറയും. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു രാജാവിനെ കണക്കാണ് എന്നുള്ളൊരു പോർട്രയലാണ് അവിടെ. ആ വ്യക്തിയെ ചുറ്റിപ്പറ്റിയായിരിക്കണം ബാക്കിയല്ല. എന്നുവെച്ചാല് അവര് നമ്മളിൽ തന്നെ നിൽക്കുമോ അതോ അവർക്ക് ഈ ഫ്രണ്ട് സർക്കിളും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവും? ഫ്രണ്ട് സർക്കിൾ കാണും, അവരെ അങ്ങ് വലുതാക്കി കാണുന്ന, അവര് എന്തോ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ടല്ലോ, അങ്ങനെ ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കും. അവരുടെ ആ ഒരു റിയൽ ഫേസ് കാണുന്നവരെ നൈസിനകത്ത് ആ പരിസരത്തേക്കേ പോകരുത്. ഹിപ്നോതെറാപ്പിയിൽ പറഞ്ഞതാണ്. ഹലോ ഗോവിന്ദ്. ഹലോ. എല്ലാവർക്കും ഒരു ഡൗട്ടുള്ള ഒരു പ്രധാന വിഷയമാണ് പുരുഷന്മാരുടെ മനഃശാസ്ത്രം, അതേപോലെ സ്ത്രീകളുടെ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. നമ്മൾ ഒരാളെ പരിചയപ്പെട്ട്, ഗോവിന്ദിനെ ആദ്യം തന്നെ പരിചയപ്പെടുത്താം, ഒരു ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റ് ആണ്. അപ്പോൾ ഹിപ്നോതെറാപ്പി റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് കൺസൾട്ടേഷൻസ് ഒക്കെ വരാറുണ്ട്. അതിൽ പുരുഷന്മാരും ഉണ്ട്, സ്ത്രീകളും ഉണ്ട്. നമുക്ക് ഒരാളെ പിടികിട്ടാത്ത മനുഷ്യൻ്റെ മനസ്സാണ് നമുക്ക് ഒരിക്കലും പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റാത്തതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ലൈഫിലേക്ക് ഒരാൾ വരുന്ന സമയത്ത് അയാൾ നാർസിസ്റ്റിക് ആണോ അല്ലേ എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നത്? അതിനെന്തെങ്കിലും ടിപ്പ് വല്ലതും ഉണ്ടോ? റിലേഷൻഷിപ്പ് ടിപ്പായിട്ടൊക്കെ ഇത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാര്യമല്ലേ? അതിനകത്ത് ഇപ്പോൾ ഒരു ടിപ്പ് പറയാമെന്ന് പറഞ്ഞാൽ, ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഫേസിലാണെന്നുണ്ടെങ്കിലും ട്രൈ ടു ഹാവ് എ ഡീപ്പർ ലെവൽ ഓഫ് കോൺവെർസേഷൻ വിത്ത് ദാറ്റ് പേഴ്സൺ. കുറച്ചാളൊന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. പല റിലേഷൻഷിപ്പ് ദീസ് ഡേയ്സ് കൺസെപ്റ്റ്സ് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ഡേറ്റിംഗ് എന്ന് പറയുന്നൊരു ഫേസിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ, കുറച്ചൊക്കെ മനസ്സിലാവുമായിരിക്കും. സ്റ്റിൽ ദ തിങ് വാട്ട് ഐ ഫീൽ ഈസ്, ഇനീഷ്യൽ ഡേറ്റിംഗ് ഫേസിൽ, അല്ലെങ്കിൽ ഇപ്പോൾ മാട്രിമോണിയുടെ ഒരു കൺസെപ്റ്റ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, പെണ്ണ് കാണാൻ ഒരു ചെറുക്കൻ വരുന്ന ഒരു സാഹചര്യത്തിൽ, ആ ഒരു സാഹചര്യത്തിൽ അതൊരു മാസ്കാണ്. അവിടെ ലൈക്ക് ഹീസ് ആൻ അമേസിങ് ഗൈ എന്നുള്ളൊരു പോർട്രയലാണ് അവിടെ വരുന്നത്. ഈ പറയുന്ന ഡേറ്റിങ്ങിൻ്റെ ഫേസിലാണെങ്കിലും ഇനീഷ്യലുള്ള കുറച്ച് നാൾ ആ ഒരു മാസ്ക് അവിടെ ഉള്ളിൽ കാണും. നല്ല പിള്ള ചമ്മയുക എന്നൊക്കെ പറയുന്നൊരു ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഏറ്റവും നല്ല ഫേസ് ആയിരിക്കും അപ്പം നമ്മൾ കാണിക്കുന്നത്. അതെ. അതെല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു ഡീപ്പർ ലെവലിലേക്ക് കുറച്ച് പോകുമ്പോഴത്തേക്കും നമുക്കത് ആ ഒരു റിയാലിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാവും. ഈ കോൺവേഴ്സേഷൻ തന്നെ നമുക്ക് കുറച്ചൊരു ഡെപ്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഹൂ ഈസ് ഹീ എന്നുള്ളത് ഒരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതെൻ്റെ ഒരു പേഴ്സണൽ കൺസെപ്റ്റാണ്. മേ ബി ദർ ആർ ഓൾസോ അതർ തിങ്സ് ദാറ്റ് വി ക്യാൻ യൂസ്, ലൈക്ക് എന്നാൽ പോലും ലൈക്ക് ദർ ആർ സർട്ടൻ ലിമിറ്റേഷൻസ്, റൈറ്റ്? ഒരു ടെസ്റ്റോ കാര്യങ്ങളോ എന്നുള്ള രീതിയിലൊക്കെ വെക്കാനായിട്ടൊക്കെ വളരെ ലിമിറ്റേഷനാണ്. ലൈക്ക് പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് ടെസ്റ്റൊക്കെ ഉണ്ട്. തിങ്ക് അബൌട്ട് ഇറ്റ്. ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുന്ന സമയത്ത് ഈ ഒരു ടെസ്റ്റ് നിങ്ങൾ ചെയ്തിട്ട് നമുക്ക് ഡേറ്റിംഗ് തുടങ്ങാം, അല്ലെങ്കിൽ നമുക്ക് മാട്രിമോണി തുടങ്ങാം, നടക്കുന്ന കാര്യമാണോ? പോകണ്ടെന്ന് പറയും. അല്ല, സത്യത്തിൽ നമ്മൾ ഒരാളെ കാണുന്ന സമയത്ത് ഇപ്പം ഈ ഡേറ്റിംഗ് സമ്പ്രദായം തന്നെ വന്നേ അതുകൊണ്ടല്ലേ. പലർക്കും ഈ പണ്ട് സമയത്ത് നമ്മൾ ഒരാളെ കാണുന്നു, അവരുടെ ജോലി നോക്കുന്നു, അവരുടെ കുടുംബം നോക്കുന്നു, ഓക്കെ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഓക്കെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റും, അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ 6 മാസം ഡേറ്റിങ്, 1 വർഷം ഡേറ്റിങ്, 1, 2, 3 വർഷം ഡേറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ ഓക്കെ ഇത്രയും നാൾ അതുകൊണ്ടാണല്ലോ ലിവിങ് ടുഗദർ സംവിധാനമൊക്കെ വന്നത്. ഒരു വീട്ടിൽ നമ്മൾ ജീവിച്ചാൽ മാത്രമേ നമുക്ക് അവരുടെ സ്വഭാവം കിട്ടുള്ളൂ എന്നതൊക്കെ കൊണ്ട്. അപ്പൊ അതിൽ തന്നെ ഇവർ ഈ നാർസിസ്റ്റിക്കും ഈ ടോക്സിക്കും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ്? അത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. നമ്മൾ ഒരാളെ കാണുന്ന സമയത്ത് പലപ്പോഴും അവൻ ടോക്സിക് ആണ് അല്ലെങ്കിൽ അവൾ ടോക്സിക് ആണെന്ന് പറയും. അതും ഈ നാർസിസ്റ്റിക്, ഇത് രണ്ടും ഒന്നാണോ? അല്ല. ഓൾസോ ദീസ് ഡേയ്സ് ടോക്സിക് എന്ന വാക്ക് വളരെ കോമൺ ആയിട്ട് വന്നിട്ട് ടോക്സിക്കിനെ മിസ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വരെയുണ്ട്. ടോക്സിസിറ്റി എന്ന് അവർ പറയുന്നത് ചിലപ്പോൾ അത് കുറച്ച് ഓവർ കെയറിങ് ആവാം. ടോക്സിസിറ്റി ഉണ്ട്, ലൈക്ക് ഫിസിക്കൽ അബ്യൂസ്, ആ ഒരു രീതിയിൽ വരുമ്പോഴത്തേക്ക് അതൊരു ടോക്സിക് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. അതിപ്പോൾ ഫിസിക്കൽ ആവണമെന്നില്ല. ഇമോഷണൽ അബ്യൂസ്, വാക്കുകൾ കൊണ്ട് നമുക്ക് അവരെ തളർത്തുക, ഹ്യൂമിലിയേറ്റ് ചെയ്യുക. ഹ്യൂമിലിയേഷൻ പോലും വേണ്ട, ലൈക്ക് നമ്മൾ ഉയർന്നു വരാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുന്ന, അതിനൊക്കെ ഒരു ടോക്സിക് ട്രേറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. വെൻ ഇറ്റ് കംസ് ടു നാർസിസിസം,
ദാറ്റ്സ് ആക്ച്വലി ടോട്ടലി ഡിഫറെൻറ്റ് സ്പേസ്. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു രാജാവിനെ കണക്കാണ് എന്നുള്ളൊരു പോർട്രയലാണ് അവിടെ. ഓ, ആ വ്യക്തിയെ ചുറ്റിപ്പറ്റിയായിരിക്കണം ബാക്കിയല്ല. അയാളായിരിക്കണം നമ്മുടെ ലോകം, അങ്ങനെയാണോ? എക്സാക്ട്ലി, അയാൾ മാത്രമായിരിക്കണം ലോകം. ആൻഡ് ഈ ഒരു വ്യക്തി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ പാർട്ട്ണറിൻ്റെ ഫ്രണ്ട്സിൽ നിന്ന് അകറ്റാനായിട്ടുള്ളൊരിതുണ്ട്, ഒറ്റപ്പെടുത്താനായിട്ട് അങ്ങനെ കുറേ ലൈക്ക് കാര്യങ്ങൾ അവർ ചെയ്യും. അവരെ ലൈക്ക് ദേഹോദ്രവം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ചെയ്യുന്നൊന്നും കാണത്തില്ല, അങ്ങനെയൊന്നും കാണത്തില്ല ചിലപ്പോൾ. അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വെച്ചാൽ അവര് നമ്മളിൽ തന്നെ നിൽക്കുമോ അതോ അവർക്ക് ഈ ഫ്രണ്ട് സർക്കിളും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവും? ഫ്രണ്ട് സർക്കിൾ കാണും. ഓ, ഉണ്ടാവും. അവർക്ക് അവരെ പുകഴ്ത്തുന്ന ആളുകളായിരിക്കണം ലൈക്ക് ഈ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവുന്നത്. അവരെ അങ്ങ് വലുതാക്കി കാണുന്ന, അവര് എന്തോ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ടല്ലോ, അങ്ങനെ ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കും. അവരുടെ ആ ഒരു റിയൽ ഫേസ് കാണുന്നവരെ നൈസിനകറ്റും. അതാണ് അവർ നാർസിസ്റ്റിക് ആയിട്ടുള്ളൊരു ട്രീറ്റ്. പിന്നെ കുറേ ലൈക്ക് DSM മാനുവലിൽ പറയുന്ന അനുസരിച്ചാണെങ്കിൽ കുറേ 5-6 ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അല്ല, ഇങ്ങനെ ഒരാള് ഇപ്പോൾ ഒരാള് വരികയാണ്, ഒരു ഫാമിലി റിലേഷൻഷിപ്പ് പോട്ടെ, റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആൾക്കാർ സമീപിക്കുന്നതിനെക്കാട്ടിലും ഫാമിലി ആയിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ, കല്യാണം കഴിച്ച ആൾക്കാരായിരിക്കുമല്ലോ സമീപിക്കുന്നത്. കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് എൻ്റെ പൊതുവെ വരുന്നത് എനിക്ക് കുടുംബജീവിതത്തിൽ അത്ര സന്തോഷമില്ല എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് പിന്നീടായിരിക്കും പാർട്ട്ണർ നാർസിസ്റ്റിക്കാണ് അതിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് പരിഹരിക്കാൻ പറ്റുന്നത്? അവരുടെ ഓൾറെഡി ഉള്ളിലുള്ള ഒരു സാധനമല്ലേ ഇത്, അത് നമുക്ക് ഈ തെറാപ്പികൾ എടുത്തുകൊണ്ട് മാറുമോ? പാടാണ്. കാരണം ഞാൻ ഹിപ്നോതെറാപ്പി പഠിക്കുമ്പോഴത്തേക്കും എൻ്റെ മെൻറ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്, നാർസിസ്റ്റിക് ആണോ ആ പരിസരത്തേക്കേ പോകരുത്. ഹിപ്നോതെറാപ്പിയിൽ പറഞ്ഞതാണ്. ലൈക്ക് കൗൺസിലിങ്ങിൽ പോകുമ്പോഴത്തേക്കും അതിനകത്ത് കുറച്ചുകൂടെ ഒരു ഇതുണ്ട്, ലൈക്ക് ACT, അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് തെറാപ്പീസ് ഉണ്ട്. അത് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും കുറച്ചൊക്കെ, ബട്ട് അതിന് ലിമിറ്റേഷൻ ഉണ്ട്. കാരണം ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയുടെ മൈൻഡിൽ എന്ന് പറയുന്നത് എനിക്ക് ഒരു തെറ്റുമില്ല, എനിക്ക് ഐ ആം എ വെരി പെർഫെക്റ്റ് ഗൈ എന്നുള്ള രീതിയിലുള്ളൊരു ചിന്താഗതിയാണ് അവർക്കുള്ളത്. ഈ വ്യക്തി എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും? ഈ ഹിപ്നോതെറാപ്പിയിലാണെന്നുണ്ടെങ്കിലും ബേസിക്കലി പറയുന്നൊരു കാര്യമാണ്, ഡ്രിങ്കിങ് അല്ലെങ്കിൽ സ്മോക്കിംഗ് ഹാബിറ്റ് ഉള്ള ഒരു വ്യക്തി വരുന്നതെന്ന് വെച്ചാൽ ഈ വ്യക്തിയെ ഫാമിലി കൊണ്ടുവന്നിട്ട് പറയാണ് ഇവൻ്റെ സ്മോക്കിംഗ് ഹാബിറ്റ് മാറ്റി തരണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ സ്മോക്കിംഗ് ഹാബിറ്റ് മാറ്റാൻ പറ്റത്തില്ല. ആ വ്യക്തിക്ക് ആ ഒരു തോന്നൽ വേണം. ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിക്ക് ഇങ്ങനെ ഒരു തോന്നലും വരാൻ പോകുന്നില്ല. നമ്മൾ നാർസിസ്റ്റിക് ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഇല്ല, അല്ല, അത് തിരിച്ചറിയുന്ന ഒരു മൊമെന്റിൽ ഇപ്പോൾ ഞാൻ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു, അതിലൊരു 1-2 വർഷങ്ങളായി, ചിലപ്പോൾ 1-2 കുട്ടികളൊക്കെ കഴിഞ്ഞിട്ട് വളരെ മോശം സാഹചര്യത്തിലാണ് എൻ്റെ കുടുംബ ബന്ധം മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് അവസാനം പിരിഞ്ഞു എന്ന് തന്നെ വിചാരിക്കുക. പിരിഞ്ഞിട്ട് ഒരു ഘട്ടത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് പിരിയാനുള്ള കാരണമേ ഞാൻ നാർസിസ്റ്റിക് ആണ്, എൻ്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ് ഇത് പോയത്. അപ്പോൾ പിന്നീട് അവർക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അതേ വൂണ്ട് കൊണ്ട് പിന്നീട് ജീവിക്കേണ്ടി വരുമോ? ആ ഒരു അവയർനെസ് അവർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചേഞ്ച് സാധ്യമാണ്. അവരത് മനസ്സിലാക്കാനായിട്ടിരിക്കണം. ചിലരത് സൂപ്പർഫിഷ്യലായിട്ട് എടുക്കുന്നവരുണ്ട്, ലൈക്ക് നാർസിസ്റ്റിക് ആണെന്നുള്ളത് കേട്ടിട്ട് ആണോ ആയിരിക്കാം എന്നുള്ള രീതിയിൽ ജസ്റ്റ് പറഞ്ഞിട്ട് അങ്ങ് വിടും. എന്നുവെച്ചാൽ ഒരു ചെവി കൂടെ കിട്ടും മറ്റേ ചെവി കൂടെ കളയുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. പക്ഷേ അങ്ങനെ അല്ലാതെ യെസ് ദിസ് ഈസ് മൈ ഫോൾട്ട് എന്ന് അഗ്രി ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ദെൻ ദർ ഇസ് എ ഹോപ്പ് ടു ചേഞ്ച്. അതിപ്പോൾ ഈ പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് എടുക്കുമ്പോഴത്തേക്കും MBTI, മയർ-ബ്രിഗ്സ് പേഴ്സണാലിറ്റി ഇൻഡിക്കേറ്റർ ടെസ്റ്റ് എന്ന് പറയും. ആ ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ മാറ്റണം എന്നാണെന്നുണ്ടെങ്കിൽ ഒരു 3 മാസം ടൈം കൊണ്ട്, എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തീരുമാനിക്കുകയാണ് ഐ ആം എൻ ഇൻട്രോവേർട്ട്, ഐ വോണ്ട് ടു ബി ആൻ എക്സ്ട്രോവേർട്ട് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ മാറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനെ മാറ്റാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ വൈ കാൺട്ട് എ പേഴ്സണാലിറ്റി ട്രേറ്റ് ഓൾസോ ബി ചേഞ്ച് ലൈക്ക് ദാറ്റ്? ബിക്കോസ് ദിസ് പേഴ്സൺ ഫീൽസ് ലൈക്ക് ഈ വ്യക്തിക്ക് മാറ്റണം എന്നുള്ളൊരു തോന്നൽ വരികയാണ്. എൻ്റെ ഈ ഒരു പ്രശ്നം ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. ദെൻ ഇറ്റ്സ് ഓക്കെ. അല്ല ഗോവിന്ദ്, ഇപ്പോൾ ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു ബന്ധത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഈ പറയുന്ന സ്ത്രീ എന്ന് പറയുന്നത് ഇൻട്രോവേർട്ട് ആണെന്ന് വെക്കുക.
അപ്പോൾ ഇൻട്രോവേർട്സിൻ്റെ പൊതുവെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവില്ല, ഒരു ഓപ്പണപ്പ് ആവാൻ വലിയ താല്പര്യമില്ലാത്തൊരു വിഭാഗമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരാളാണ് ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പുരുഷനോടൊപ്പം ജീവിക്കുന്നതെങ്കിൽ ഇയാൾ പറയുന്നതിന് അല്ലെങ്കിൽ അതുപോലെ ഒരു പാവയായിട്ട് തന്നെ അവർക്ക് ജീവിക്കാൻ പറ്റുമല്ലോ. കാരണം ഇയാളാണ് എൻ്റെ ലോകമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾറെഡി ഇൻട്രോവേർട്ടാണ്, അപ്പോൾ അവർക്കും മറ്റ് സർക്കിളുകളില്ല, അങ്ങനെ ജീവിക്കാൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പോവുകയല്ലോ. അപ്പോൾ അതിൽ ആ ലൈഫിലും ഉണ്ടാവുന്ന പ്രധാന പ്രശ്നം അപ്പോൾ എവിടെയായിരിക്കും? ലേറ്റർ ഓൺ ഇൻ ലൈഫിലായിരിക്കും അവർക്ക് ഫീൽ ചെയ്യാൻ പോകുന്നത് സം കൈൻഡ് ഓഫ് കൺട്രോൾ ഈസ് ബീയിങ് എക്സേർട്ടഡ് എന്നുള്ളൊരു തോന്നൽ വരും. അത് ഇവഞ്ച്വലി കുഡ് ലീഡ് ദം ഇൻ ടു ഹാവിങ് സം സൈക്കോളജിക്കൽ ഇഷ്യൂസ്. എന്താണെന്ന് അവർക്ക് പ്രോപ്പർലി ഒരു അവയർനെസ് കാണത്തില്ല, എന്തുകൊണ്ട് വരുന്നു എന്തൊക്കെയാണെന്നുള്ളത് ഒരു അവയർനെസ് കാണത്തില്ല. ഇവഞ്ച്വലി they might have to consult someone. I know someone who had this experience. എന്ന് വെച്ചാൽ ഒരു ഹസ്ബൻഡ് നാർസിസ്റ്റിക് ആണ്, വൈഫ് ഈസ് ആക്ച്വലി ആൻ ഇൻട്രോവേർട്ട്, ആരുടെ സംസാരിക്കാത്തൊരു അധികം ആരുടെ സംസാരിക്കത്തില്ല, വെരി ലിമിറ്റഡ് ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് മാത്രം സംസാരിക്കുന്ന ഒരു ഇൻട്രോവേർട്ട്. അതൊരു ഫ്രണ്ട് ഓഫ് ഫ്രണ്ടിൻ്റെ ഡിസ്കഷൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അറിയാൻ പറ്റിയൊരു സാഹചര്യമാണ്. ഇവഞ്ച്വലി സം തിങ്സ് വെയർ ഗോയിങ് ഓൺ ആൻഡ് ദ പേഴ്സൺ വാസ് ഫീലിംഗ് സം കൈൻഡ് ഓഫ് ആൻ പ്രഷർ. എന്തോ ഒരു പ്രഷർ ഫീൽ ചെയ്യുന്നു, അതെന്താണെന്ന് പ്രോപ്പർലി അങ്ങോട്ടേക്ക് പുറത്ത് പറയാൻ കഴിയുന്നില്ല.